Karan, congrats from Reporter TV. Thank you so much. ആദ്യം നഷ്ടമായി, അതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത് രണ്ടാമത്തെ സെഞ്ചുറിക്ക് വേണ്ടിയിട്ട്? ആദ്യത്തെ ഇന്നിങ്സ് ഇത് ഒബ്വിയസ്ലി ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു അങ്ങനെ അവർ ഔട്ടാവാൻ. ഇത്രയും നല്ലതായിട്ട് കളിച്ചത്. ആൻഡ് ഫസ്റ്റ് ഇന്നിങ്സ് ഇച്ചിരി കൂടി ഈസി ആയിരുന്നു പിച്ച് കളിക്കാൻ. സോ അത് ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു മനസ്സിൽ, ദറ്റ് മിസ്സായിപ്പോയി. ആൻഡ് ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് വന്നപ്പം നല്ല ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് നമ്മൾ കയറി ചെന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് ദാറ്റ് ഞാൻ കളിക്കുക, ഒരു സൈഡിൽ ഞാൻ കളിക്കണം, മറ്റേവരെയും കൂടെ കളിപ്പിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. സോ അങ്ങനെ ആയതുകൊണ്ട് ദാനേഷ് നല്ലതായിട്ട് കളിച്ചു. ആൻഡ് അങ്ങനെ ആയതുകൊണ്ട് നല്ലതായിട്ട് വന്നു ഫുൾ ഡേ. പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഒരു ദിവസം കൂടെ ഉണ്ട്. സോ ഒരു ദിവസം കൂടെ നല്ലതായിട്ട് കളിച്ചിട്ട് മാച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ വെല്ലുവിളി വരുന്നുണ്ടോ പിച്ചിൽ നിന്നും കേരള ബൗളർമാരിൽ നിന്നും? അറിയില്ല, ഒബ്വിയസ്ലി നല്ല ബോളേഴ്സാണ്. ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ ടീം നല്ല ബോളേഴ്സായിട്ട് തന്നെ വരും. ആൻഡ് നമ്മൾ 7-4-2 വന്നപ്പം ഒബ്വിയസ്ലി ദാറ്റ് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ എല്ലാവരും ഹോപ്പ്ഫുള്ളാണ്. 11 പേര് അഗേൻസ്റ്റ് 2 പേരാണ് അവിടെ. സോ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്ത് നമ്മൾ അത് വെളി വന്നപ്പോൾ ഇച്ചിരി കൂടെ റിലാക്സായി. പക്ഷെ അങ്ങനെ പറയാനൊക്കത്തില്ല, ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും പറ്റും. 4ാമത്തെ ദിവസം പിച്ച, 5ാമത്തെ ദിവസം പിച്ച. സോ ആ ഒരു ഈവൻനെസ് ഇല്ല. ആൻഡ് നല്ല ബോളിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലൊന്നും അടിക്കാനും നോക്കിയില്ല, ജസ്റ്റ് നോർമലായിട്ട് സിമ്പിളായിട്ട് ഒന്നൊന്ന് അടുത്ത് ഒരു ഓഡ് ബൗണ്ടറീസ് വന്നുകൊണ്ടിരുന്നു. ആൻഡ് അതായിരുന്നു പ്ലാൻ. ഒരു ചാൻസും കൊടുക്കാൻ പാടില്ല, നോർമൽ ക്രിക്കറ്റ് കളിച്ച് നല്ല ബോൾ വീണി വന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ നല്ല ക്രിക്കറ്റ് കളിച്ച് നേരെ കളിച്ചെന്ന് പോകാൻ വിചാരിച്ചത്. സീസണിലെ ഈ ഗ്രൗണ്ടിൽ 3ാമത്തെ സെഞ്ചുറിയാണ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. എന്താണ് അതിൻ്റെ ഒരു 2ാമത്തെ സെഞ്ചുറി? അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? അങ്ങനെ ഒരു രഹസ്യമില്ല, എല്ലാ മാച്ചും നല്ലതായിട്ട് കളിക്കണം എന്ന് ഒരു വിചാരമുണ്ട്. നല്ല ഫോമിൽ ഇരിക്കുമ്പം ഒരു ഫോമിൽ ഇരിക്കുമ്പം എല്ലാവരും പറയുമല്ലോ ദാറ്റ് നല്ല ചാൻസ് കിട്ടുമ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, ആൻഡ് ചാൻസ് വിടല്ലെന്ന്. സോ അതന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാറ്റ് നല്ലതായിട്ട് കളിക്കുമ്പം കളിച്ചുകൊണ്ടിരി, ഒരു അത്യാവശ്യമുള്ള ഷോട്ട് മാത്രം അടിച്ചാൽ മതി, ആൻഡ് നോർമൽ നേരെ കളിച്ച് പോവാം. അതിൻ്റെ കണക്ഷൻ എന്ന് ചോദിക്കട്ടെ, സച്ചിൻ ബേബി അങ്ങനെ ഒരു അബദ്ധം കാണിക്കുമെന്ന് വിചാരിച്ചിരുന്നോ? എന്ത് അബദ്ധം? ആ സമയത്തൊരു വിട്ടതൊക്കെ അക്ഷയ് ചന്ദ്രനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സച്ചിൻ ആ സെഞ്ചുറി നഷ്ടമാക്കിയല്ലോ. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യം. അതൊക്കെ അതൊരു ആ മൂമെൻറ്റിൻ്റെ എന്തോ ഡിസിഷൻ മേക്കിങ്ങോ എന്തോ വേണമെങ്കിൽ പറയാം. പക്ഷേ അതേ സെയിം ഷോട്ട് എത്ര പ്രാവശ്യം സച്ചിൻ 6 or 4 അടിച്ച് കാണും. സോ അത് ഒരു പ്രാവശ്യം വർക്കായില്ല, നമുക്ക് വർക്കായി. അത് നമ്മുടെ ലക്കിന് കയ്യിലോട്ട് തന്നെ വന്നു. സോ അത് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് നോക്കാം. ബിക്കോസ് അവർ നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് കൂടുതൽ ദൂരം ഇല്ലായിരുന്നു ലീഡ് എടുത്തതിന് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എന്നാലും 2 ദിവസത്തെ കളി ഉണ്ടായിരുന്നു. ഇന്നും എന്ത് വേണമെങ്കിലും പറ്റായിരുന്നു. ലാസ്റ്റ് ചോദ്യം, കേരള ആരാധകരോട് എന്താണ് പറയാനുള്ളത്? കേരളത്തിൻ്റെയൊക്കെ പ്രതീക്ഷകളൊക്കെ എങ്കിൽ ആഘോഷിക്കാൻ ഒരു മലയാളി എന്നുള്ള നിലയിൽ സെഞ്ചുറിയും വരുന്നു. കേരള പ്രേക്ഷകരോട് എന്താണ് പറയാം? ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് താങ്ക് യു പറയാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഇത്രയും സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇങ്ങനെ തന്നെ സപ്പോർട്ട് കിട്ടിയാൽ നമുക്കും ഒരു ഡിറ്റർമിനേഷനും ഫോക്കസും വരും നല്ലതായിട്ട് ചെയ്യാൻ. ആൻഡ് കേരള ടീമിനും ഇത്രയും സപ്പോർട്ട് അവർ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ആൻഡ് ടീം നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. ആൻഡ് അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കേരളത്തിനും ജയിക്കാനുള്ള, ഇങ്ങനെ ഫൈനലി വന്നാൽ ജയിക്കാൻ 50-50 2 ടീമിനും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്. സോ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് നെക്സ്റ്റ് ഇയേഴ്സിലും ഇനിയും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ നോക്കുക. അങ്ങനെ എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് വരും. കരുൺ നായരാണ് സെഞ്ചുറി അടിച്ച് മലയാളി സ്വപ്നങ്ങൾക്ക് മേൽ വിദർഭയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന താരമാണ് കരുൺ നായർ. നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് അവസരങ്ങൾ മുതലെടുക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നഷ്ടമാകുന്നു, അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. സച്ചിൻ ബേബിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സംഭവിക്കാവുന്നതാണ്, പക്ഷേ അത്തരത്തിലുള്ള റിസ്ക് എടുക്കുക എന്നുള്ളത് മണ്ടത്തരം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും കരുൺ നായർ സെഞ്ചുറി നേടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോം തുടർന്നുകൊണ്ടിരിക്കുന്നു. വിദർഭ നാളെ ചാമ്പ്യന്മാരാകുമോ, കേരള ചാമ്പ്യന്മാരാകുമോ എന്നതൊക്കെ നാളത്തെ ദിവസം നമുക്ക് അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഈക്വൽ ചാൻസാണ് 2 പേർക്കുമെന്ന് പറയുന്നു. ക്യാമറമാൻ വിനായകനൊപ്പം അനൂപ് ഷൺമുഖൻ, റിപ്പോർട്ടർ, നാഗ്പൂർ.